കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂമി പതിവ് ചട്ട ഭേദഗതിക്കെതിരെ ശക്തമായ ഒരു സമരപരിപാടി ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ഭൂമി പതിവ് ചട്ട ഭേദഗതി എല്ലാ പട്ടയങ്ങളിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ള മുഴുവൻ വ്യാപാരികളെയും വലിയ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയും ആ നിർമ്മിതികളെല്ലാം എല്ലാ നിയമപരമായ പെർമിറ്റുകളും എടുത്ത് പണി പൂർത്തിയാക്കി 10ഉം 50ഉം 60ഉം വർഷമായി അനുഭവിച്ചു വരുന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള മുഴുവൻ നികുതികളും അടച്ചു വരുന്ന കെട്ടിടങ്ങളെല്ലാം പുതിയ ചട്ട ഭേദഗതി അനുസരിച്ച് എല്ലാം അനധികൃതമായി പ്രഖ്യാപിക്കുകയും അതെല്ലാം വിവിധ തലങ്ങളിൽ 5 സ്ലാബ് അനുസരിച്ചുള്ള വലിയ പിഴ ഒടുക്കി ഒന്നുകൂടി റെഗുലറൈസ് ചെയ്ത് വാങ്ങണം, ക്രമപ്പെടുത്തി വാങ്ങണം എന്നുമാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ ഭൂപതിവ് നിയമത്തിലും ചട്ടത്തിലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് എല്ലാ പട്ടയങ്ങൾ നേടിയിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും കർഷകരെ, വ്യാപാരികളെ, കെട്ടിട ഉടമകളെ, പ്ലാന്റർമാരെ അടക്കമുള്ള മുഴുവൻ ആളുകളെയും വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നതുകൊണ്ട് ഇടുക്കിയിലെ 6 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധവൽക്കരണ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നാളെ രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അർദ്ധദിന സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സത്യാഗ്രഹ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും. ഏകോപന സമിതിയുടെ വിവിധ സംസ്ഥാന ഭാരവാഹികളും ചില മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും കർഷക സംഘടനകളുടെ നേതാക്കന്മാരും നാളെ ഈ പ്രതിഷേധ സത്യാഗ്രഹ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈ വിഷയം സംബന്ധിച്ചുള്ള നിയമപരമായി ഇത് എല്ലാ പട്ടയങ്ങൾ കൈവശമാക്കി കെട്ടിടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി ഞങ്ങളുടെ ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ KR വിനോദ് സംസാരിക്കും. നിങ്ങൾക്കറിയാം, 1960 ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് പശ്ചിമഘട്ട മേഖലയിലേക്ക്, കേരളത്തിലെ 14 ജില്ലകളിലും പശ്ചിമഘട്ട മേഖലയിലേക്ക് സർക്കാർ കൊണ്ട് കുടിയേറിയതുമായ മുഴുവൻ മനുഷ്യർക്കും ഭൂമിക്ക് അവകാശം നൽകുന്നതിനുള്ള പട്ടയങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. 1948-50 കാലഘട്ടത്തിൽ ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം മുതൽ 1955 ആരംഭിച്ച ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം, ഇത് 2 പദ്ധതികളും കേരള സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യം മുൻനിർത്തിയുള്ളതായിരുന്നു. ഒന്ന്, 2ാം ലോക മഹായുദ്ധത്തിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ അധ്വാനശീലരായ മനുഷ്യരെ സർക്കാർ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും നൽകി ഹൈറേഞ്ചിലേക്ക് കുടിയേറ്റിയതാണ്. 2ാമത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കി ജില്ല തമിഴ്നാടായി പോകുമെന്നുള്ള ഭയം കൊണ്ട് മലയാളികളായ തെക്കൻ ജില്ലകളിലുള്ള ആളുകളെ സർക്കാർ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും തന്നെ നൽകി പട്ടം കോളനികൾ സ്ഥാപിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തിയതാണ്. ആ മനുഷ്യർക്ക് അങ്ങനെ ഭൂമി ലഭ്യമായി അവർ സ്വാഭാവികമായി അവരുടെ ജനജീവിതം വികസിച്ചു വന്നു. ധാരാളമായി ആരാധനാലയങ്ങളുണ്ടായി, സ്കൂളുകളുണ്ടായി, കോളേജുകളുണ്ടായി, ചെറുപട്ടണങ്ങളുണ്ടായി. ഇന്ന് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ കട്ടപ്പന അടക്കം, അടിമാലി അടക്കം, നെടുങ്കണ്ട അടക്കം, മൂന്നാർ അടക്കം, കുമ്മളി അടക്കം വിവിധ ചെറിയ പട്ടണങ്ങളും ഒരു ആവറേജ് മീഡിയം പട്ടണങ്ങളും ചെറുകിട ധാരാളം പട്ടണങ്ങളും നിലവിൽ വന്നു. ഇത് ഇടുക്കി ജില്ലയിലെ മാത്രം കഥ. 14 ജില്ലകളുടെയും ഈ 60 നിയമം വെച്ച് അതിൻ്റെ 12 വിവിധ ചട്ടങ്ങൾ പ്രകാരമുണ്ട്. അതിൽ 12 ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകപ്പെട്ട ഭൂമിയിലെ ആകെ നിർമ്മാണങ്ങളെയും ക്രമരഹിതം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് സർക്കാർ പറയുന്ന ന്യായം ഇത് കോടതി വിധിയാണെന്ന്. ഞങ്ങൾ പരിശോധിച്ചിട്ട് ഒരു കോടതി വിധിയും അത്തരത്തിലില്ല. ഒരു വിധിയിലും ഇത്തരത്തിൽ ഈ ചട്ടലംഘനങ്ങൾക്ക് വേണ്ടി നിയമം മാറ്റാൻ സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടില്ല. കോടതിയിലുണ്ടായത് ഈ 1960 നിയമം ഉണ്ടായാലും 1964 R ശങ്കറിൻ്റെ പട്ടം താണുള്ള സർക്കാരിൻ്റെ കാലത്താണ് നിയമം ഉണ്ടായത്. ആ നിയമങ്ങൾക്ക് ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ടത് R ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് 1964 അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ആ ഭൂമി പതിച്ചു നൽകിയത് അതിൻ്റെ ചട്ടങ്ങളിൽ 4ാം ചട്ടങ്ങളിൽ ആ പർപ്പസ് ഓഫ് അസൈൻമെൻറ്റ്, ആ ഭൂമി എന്തിനാണ് പതിച്ചു നൽകിയതെന്ന് പറഞ്ഞതിൽ കൃഷിയും വാസഗ്രഹവും വീട് നിർമ്മാണവും മാത്രമേ ചട്ടങ്ങളിൽ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം ഈ 65 വർഷക്കാലം ഈ 14 ജില്ലകളുടെയും ഈ നിയമപ്രകാരം ഭൂമി പതിച്ചു കൊടുത്ത ലക്ഷക്കണക്കായ മനുഷ്യർ ധാരാളമായ നിർമ്മിതികൾ നടത്തി. ആ നിർമ്മാണങ്ങളെല്ലാം പഞ്ചായത്തുകളാവട്ടെ, മുനിസിപ്പാലിറ്റികളാവട്ടെ, കോർപ്പറേഷനുകളാവട്ടെ റെഗുലറൈസ് ചെയ്ത് നൽകുകയും അല്ലെങ്കിൽ നിയമപരമായി അത് അംഗീകരിക്കുകയും അതിനുള്ള ഫീസ് മേടിക്കുകയും കരം സ്വീകരിക്കുകയും ടാക്സ്
മേടിക്കുകയും ഇപ്പോൾ അതിനുശേഷം നിങ്ങൾക്കറിയാം കേരള ബിൽഡിംഗ് റൂൾസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഞങ്ങൾ പെർമിറ്റ് എടുത്ത് കെട്ടിടങ്ങൾ പണിയുകയും പെർമിറ്റ് ഫീസ് അടയ്ക്കുകയും പിന്നീട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമ്പർ ഇട്ട് മേടിക്കുകയും ലേബർ സെസ് അടയ്ക്കുകയും റവന്യൂ സെസ് അടയ്ക്കുകയും അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ച് പോകുന്നതിനെയാണ് 2016 ആരംഭിച്ച അല്ലെങ്കിൽ 2010 ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിൻ്റെ ചൂട് പിടിച്ചിപ്പോൾ ലക്ഷക്കണക്കായ നിർമ്മിതികളെ അനധികൃതം എന്ന ലേബലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പെനാൽറ്റി അടച്ച് റെഗുലറൈസ് ചെയ്യുന്നു. അതൊരു ജനതയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. അത് തന്നെയുമല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്, കോടതിയിൽ ചട്ടലംഘനം ഉയർന്നു വന്നത് 2013 ഒരു പ്രാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്, 2016. അത് ഹരിദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പള്ളിവാസൽ, മൂന്നാർ പള്ളിവാസലിൽ ഒരു കെട്ടിടം പണിതിരുന്ന ഒരാൾക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ അയാൾ കോടതിയിൽ പോയിട്ട് അയാളുടെ സ്റ്റോപ്പ് മെമ്മോ റിവോക്ക് ചെയ്യാൻ പോയിട്ട് അയാൾ ആവശ്യപ്പെട്ടു, എനിക്ക് പെർമിറ്റ് ഉള്ളതാണ്, എനിക്ക് പട്ടയമുള്ളതാണ്, ഞാൻ കരടച്ചിട്ടുള്ള ഭൂമിയാണ്, എനിക്ക് അന്ന് അവിടെ NOC വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, അതുള്ളതാണ്. അപ്പോൾ ഈ എൻ്റെ ഈ സ്റ്റോപ്പ് മെമ്മോ റിവോക്ക് ചെയ്തെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ വക്കീൽ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ കെട്ടിടം തടയാൻ സാധിച്ചില്ല. അവസാനം അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ എടുത്ത് പ്രയോഗിച്ച ഒരു വജ്രായുധമാണ് ഇത്, ചട്ടലംഘനമാണ്. ഈ 960 ഈ ഭൂമി കൊടുത്തപ്പോൾ, 60 നിയമപ്രകാരമാണ് ഈ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത്. അതിൻ്റെ 64 4-ാം ചട്ടത്തിൽ ഈ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് കൃഷിക്കും വാസഗൃഹ നിർമ്മാണത്തിനുമാണ്. ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. നോക്കൂ, 60 വർഷക്കാലം കഴിഞ്ഞ് ഒരു സർക്കാർ കോടതിയിൽ പറയുകയാണ്, ആ ലക്ഷക്കണക്കായ കെട്ടിടങ്ങൾ ഇത്തരം പട്ടയങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കോടതിയിൽ പറയുകയാണ് ഈ ചട്ടം ലംഘിക്കപ്പെട്ടിരുന്നു. സർക്കാർ ഇതിന് ധാരാളമായി അനുമതി കൊടുത്തു എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോഴേ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുള്ളൂ. അങ്ങനെ അനുമതി കൊടുത്ത് ലക്ഷക്കണക്കായ രൂപ ടാക്സ് മേടിച്ച് വെച്ചിട്ട് സർക്കാർ പറയുകയാണ് ഇത് ചട്ടലംഘനമാണെന്ന് പറയുക. അങ്ങനെ കോടതിയുടെ മുൻപിലേക്ക് കുടം തുറന്നൊരു ഭൂതത്തിനെ വിട്ടു എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോൾ കോടതിക്ക് വേറെ മാർഗ്ഗമില്ല. കോടതി എന്ത് പറഞ്ഞു, അങ്ങനെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ ആ ചട്ടം മാറ്റൂ എന്ന് പറഞ്ഞു. ഇതാണ് ഒരു ആധാരമായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത്. ഈ ലക്ഷക്കണക്കായ നിർമ്മിതികളെ അനധികൃതമെന്ന സ്റ്റാറ്റസ് കൊണ്ടുവരികയും മനുഷ്യരെ പല തട്ടുകളായി അവരുടെ എല്ലാ മൗലിക അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട്, സ്വത്തുണ്ടാക്കുന്നതിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം എല്ലാം ലംഘിച്ചുകൊണ്ട് പല തട്ടുകളിലായി തിരിക്കുകയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2023 സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു, നിങ്ങൾക്കറിയാം. അതിൽ 2 അധികാരങ്ങളാണ് സർക്കാർ ഏറ്റെടുത്തത്. ഒന്ന്, ഈ അനധികൃതമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട കെട്ടിടങ്ങളെ നിയമാനുസൃതമാക്കാൻ സർക്കാരിനുള്ള അധികാരം സ്ഥാപിക്കപ്പെട്ടു 23 നിയമം. രണ്ടാമത്, അത്തരം ഭൂമികളിൽ, അപ്പോൾ അതോടുകൂടി സംഭവിച്ചത്, ഈ ചട്ടവിരുദ്ധത സ്ഥാപിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ 14 ജില്ലകളുടെയും ഈ നിയമപ്രകാരം കൈവശം ഭൂമിയുള്ളവരുടെ മുഴുവൻ ഭൂമിയും കെട്ടിട നിർമ്മാണം നടക്കാത്തത് വെറും കൃഷിഭൂമി മാത്രമായി മാറി. അത് എത്ര പട്ടണത്തിലിരിക്കുന്നതാവട്ടെ, എത്ര വലിയ ഫെയർ വാല്യൂ ഉള്ളതാവട്ടെ, എത്ര വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാവട്ടെ, വെറും കൃഷിഭൂമി, അതായത് ടൗണിലെ എത്ര വലിയ ടൗണിൽ കിടക്കുന്ന സ്ഥലമാണെങ്കിലും അത് കൃഷി മാത്രം ചെയ്യാൻ പറ്റുന്ന ഭൂമിയായിട്ട് മാറി. എന്നിട്ട് ആ 23 നിയമത്തിൽ സർക്കാർ പറയണം, ഇനി ഏതെങ്കിലും നിർമ്മാണം അനുവദിക്കണമെങ്കിൽ അത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അതിന് അനുമതി നൽകുന്നതിനുള്ള അവകാശവും സർക്കാരിന് കിട്ടി. ഇതിൽ ആദ്യത്തെ അവകാശം വിനിയോഗിച്ചുകൊണ്ട് ആണ് ഈ റെഗുലറൈസേഷൻ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 14 ജില്ലകളെയും ജനങ്ങളെ പല തട്ടുകൾ തിരിക്കുക. ഇതിൽ പറയുന്നത് ആരാധനാലയങ്ങൾക്ക് ഫീസില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുൻപേ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇത്തരത്തിലൊരു സർക്കാർ കൂടി ഭാഗഭാക്കായ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കുന്നതിന് എല്ലാവർക്കും ഒരു ഡെസ്പാരിറ്റി ഇല്ലാതെ ഒരു നീതി വേണം. ആ നീതി നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ സംഭവിക്കുന്നത്, സർക്കാർ ഈ വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്തിരിക്കുന്ന മാർഗം, ആരാധനാലയങ്ങൾ ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കും. മുമ്പ് ഇവർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അങ്ങനെ ക്രമവൽക്കരിക്കാൻ കഴിയില്ല, അത് കോടതി സമ്മതിക്കില്ല, ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ആരാധനാലയങ്ങൾ അതെല്ലാ വിഭാഗക്കാരുടെയും ഫീസ് ഇല്ലാതെ ക്രമവൽക്കരിക്കുന്നു. മതസംഘടനകളുടെ കെട്ടിടങ്ങൾ, ചാരിറ്റബിൾ ആക്ടും പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ഫെയർ വാല്യൂവിൻ്റെ 1% മേടിച്ച് റെഗുലറൈസ് ചെയ്യുന്നു. നോക്കൂ, അപ്പോൾ ഏത് സ്ലാബ് ഉണ്ടാക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്ന് ഇപ്പോൾ ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കെട്ടിടം പണിത ആളുകളെ വിവിധ തരത്തിലാവുക. ഒരാളുടെ ജീവനോപാധി എന്താണെന്ന് സർക്കാർ തീരുമാനിക്കുക. അത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരാളുടെ ജീവനോപാധി എങ്ങനെയാണ്? ഒരു മനുഷ്യന് ഈ രാജ്യത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി, ഈ രാജ്യത്ത് ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? അപ്പോൾ അത് ലംഘിക്കപ്പെടുകയാണ്. ഒരാൾ 1970-ലോ 2000-ലോ അയാൾക്ക് ആർജിത സ്വത്ത് അത് നിയമാനുസൃതമാണെങ്കിൽ ഒരിച്ചിരി കെട്ടിടം വലുത് പണിത് പോയാൽ അയാൾ കൂടുതൽ പെനാൽറ്റി കൊടുക്കണം എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്? അത്തരത്തിൽ എന്നിട്ട് 5 സ്ലാബായിട്ട് തിരിച്ച് അവർക്ക് ഇപ്പം ചട്ടം, നിങ്ങൾക്കറിയാം, ചട്ടം ഇപ്പോൾ ഓൾറെഡി ഇന്നലെ സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച് നിയമസഭയിൽ ടേബിൾ ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് എത്തി. അതായത് മന്ത്രിസഭ അംഗീകരിച്ച് ചട്ടമാണ് ഇപ്പോൾ ഉള്ളത്.
ആ ചട്ടം ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് ആരാ ലീക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരിഗണനയിലിരിക്കുന്ന ചട്ടം പുറത്തു വരേണ്ടതല്ല. പക്ഷേ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അതാണ് വരുന്ന ചട്ടം എന്ന് ചർച്ചയിൽ ഇവരുടെ ആളുകൾ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ അതിലിപ്പോൾ കുറേയും കൂടി ഭേദഗതികൾ വരുന്നു എന്ന് പറയുന്നു. ഫൈനൽ ടേബിൾ ചെയ്യാൻ പോകുന്ന ചട്ടത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണയില്ല. എന്തായാലും ഈ ഡെസ്പാരിറ്റി ഉണ്ട്. ഇവർ വലിയ സ്ലാബുകളായി തിരിച്ച് വലിയ കെട്ടിടം പണിതവരെ വലിയ കുറ്റക്കാരായി കാണുന്നു. ചെറിയ കെട്ടിടം പണിതവരുടെ ജീവനോപാധി സർക്കാർ തീരുമാനിക്കുന്നു. നോക്കുക, അത് ഏത് ലോകത്തെവിടെയെങ്കിലും അങ്ങനെ നടക്കുമോ? ഒരു 60-65 വർഷക്കാലത്തെ സാധാരണ ഒരു ജനജീവിതം സർക്കാർ അംഗീകരിച്ച് പണിത കെട്ടിടങ്ങളിൽ ഇന്നത് ജീവനോപാധി അല്ല, മറ്റേതിന് പെനാൽറ്റി തരണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയൊരു പെനാൽറ്റി അടച്ച് വലിയ തുക ഈ 14 ജില്ലകളുടെയും ലക്ഷക്കണക്കായ മനുഷ്യരിൽ നിന്ന് ഈടാക്കുക എന്നാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്, നീതിയുടെ നിഷേധമാണ്. ഇതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇനി അതുപോലെ പുതിയ നിർമ്മാണങ്ങൾ നോക്കൂ. ഇതേ ചട്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിന്റെ 23 നിയമത്തിന്റെ 2ാം പാർട്ടിലും ഗവൺമെന്റ് അപ്ലൈ ചെയ്യുക. അവിടെ എന്താ സംഭവിക്കുക? ഞങ്ങളുടെ കൈവശമുള്ള ബാക്കി ഞങ്ങളുടെ ആർജിത സമ്പത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള ഭൂമിയാണ്. ആരുടെയും, ഞങ്ങൾ വ്യാപാരികളുടെ മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉപഭോക്താക്കളാണ്. അവരുടെ കയ്യിലുള്ള ഭൂമിയും സംശയരഹിതമായും ഇത്തരം നടപടികൾക്ക് വിധേയമാവും. ബാക്കി ഭൂമി അവർ ഏത് കൊമേഴ്ഷ്യൽ വില കൊടുത്ത് മേടിച്ചതായാലും വെറും കൃഷിഭൂമി മാത്രമായി മാറിപ്പോവുകയും ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി കൊണ്ടുവരുന്ന ചട്ടങ്ങൾ പ്രകാരം ഇനി ഈ ജീവനോപാധിയാണ് അവർ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഇനി ഒരു പട്ടണ പ്രദേശത്ത് കെട്ടിടം പണിയാൻ ഇവർ അനുമതി തരും? അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തണമെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വയനാട്ടിലെയും ഇടുക്കിയിലെയും ജനങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി എന്നും പ്രശ്നത്തിലാണ്. വലിയ തോതിലുള്ള അഴിമതിക്ക് വിധേയരാകുന്ന പ്രവർത്തനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു ജനതയാണ് ഞങ്ങളുടെ നാട്ടിലെ കാർഷിക ജനത. ആ സാഹചര്യത്തിലാണ് ഇത്തരം നൂലാമാലകളിലേക്ക് ഈ ലക്ഷക്കണക്കായ കെട്ടിടങ്ങളെ തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് അനീതിയാണ്. ഇതിനെതിരെയാണ് ഞങ്ങളുടെ സമരം. സ്ലാബ് ഞാൻ പറയണം, നിങ്ങൾക്ക് 3000 വരെ ഇപ്പോൾ സർക്കാർ ഫ്രീ ഫീസ് ഇല്ലാതെ റെഗുലറൈസ് ചെയ്യുമെന്നും 3000 മുതൽ 5000 വരെയുള്ള സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 5% ഈടാക്കുമെന്നും 5000 മുതൽ 10000 വരെ സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 10% ഈടാക്കുമെന്നും 10000 മുതൽ 25000 വരെ സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 20% ഈടാക്കുമെന്നും 25000 മുതൽ 50000 വരെ സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 40% ഈടാക്കുമെന്നും അതിന് മുകളിലേക്കുള്ള കെട്ടിടങ്ങൾക്ക് ഫെയർ വാല്യൂവിൻ്റെ 50%. ഇതാണ് ഇപ്പോൾ ലീക്ക് ഔട്ട് ആയിരിക്കുന്ന ചട്ടങ്ങൾ. ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയൂ. ആ ചട്ടമാണ് സർക്കാർ കൊണ്ടുവരുന്നതെന്ന് നിയമസഭയിൽ ടേബിൾ ചെയ്ത് ഗസറ്റ് വരാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇനി അതിൽ കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഇപ്പോൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നാൽ പോലും ഈ ഡെസ്പാരിറ്റി ഇത്തരത്തിൽ പല തട്ടുകളായി തിരിച്ച് സർക്കാരിനിത് ഏതെങ്കിലും തരത്തിൽ ഈ ജനതയെ രക്ഷിക്കണമെന്നായിരുന്നെങ്കിൽ ഒരു നീതിയോടുകൂടി ഏതെങ്കിലും ഒരു റെഗുലറൈസേഷൻ ഫീസ് എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കി വെച്ചുകൊണ്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യത്തെ ഒരു പണസമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റി എന്ന ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിലുപരി ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അതിനിടയ്ക്ക് വിട്ടുപോയതാണ്. ഈ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് നോക്കൂ, 2012 ഫെയർ വാല്യൂ തീരുമാനിച്ചത്. ഫെയർ വാല്യൂ തീരുമാനിച്ചപ്പോൾ സർക്കാർ കൊടുത്ത വില്ലേജ് ഓഫീസുകൾക്ക് കൊടുത്ത നിർദ്ദേശം തന്നെ പട്ടണ പ്രദേശങ്ങളിൽ കൊമേഴ്ഷ്യൽ ചുറ്റളവിലുള്ള പ്രദേശങ്ങളെ കൊമേഴ്ഷ്യൽ ലാൻഡായിട്ട് കണ്ട് ഫെയർ വാല്യൂ തീരുമാനിക്കാനാണ് പറഞ്ഞത്. നോക്കൂ, എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇത് ആകെ ഭൂമി ഇത് ചട്ടലംഘനമാണ്, ഇത് ശരിക്കും കൃഷിക്ക് മാത്രം തന്നിരിക്കുന്ന. എന്നിട്ട് ആ തരത്തിൽ ഫെയർ വാല്യൂ തീരുമാനിക്കുകയും അതിനുശേഷം ഈ നാളിതുവരെ രജിസ്ട്രേഷൻ നിയമപ്രകാരം 8% അതിൻ്റെ പത്രവാല്യൂ തീരുവയ്ക്കുകയും 2% രജിസ്ട്രേഷൻ ഫീസും അടക്കം 10% ഈ കൃഷിഭൂമി എന്ന് പറയുന്ന ഭൂമിക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഇട്ട് ധാരാളം പൈസ സർക്കാർ മേടിക്കുകയും ഇപ്പോൾ വീണ്ടും പറയുകയാണ് ഈ നടന്നതാകെ ചട്ടലംഘനമാണ്, ക്രമവൽക്കരിക്കണമെന്നാണ് പറയുന്നത്. ഇതിലെല്ലാം ഡെസ്പാരിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരരംഗത്തേക്ക് വരുന്നത്. നിങ്ങൾ ഈ കാര്യത്തിൽ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഉയർത്തുന്നത് ഒരു ധാർമ്മിക സമരമാണ് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.